കൗൺസിലിംഗ് സൈക്കോളജി എന്ന പേപ്പറിൽ ബ്ലോക്ക് 3 അതിൽ 8ാമത്തെ യൂണിറ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് കൗൺസിലിംഗ് സ്കിൽസ് ആൻഡ് ടെക്നിക്സ്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അണ്ടർസ്റ്റാൻഡ് കോർ കൗൺസിലിംഗ് ടെക്നിക്. കോറായിട്ടുള്ള കൗൺസിലിംഗ് ടെക്നിക്കുകൾ എന്തൊക്കെയാണ്, പ്രധാനമായിട്ടുള്ള മെയിൻ ടെക്നിക്കുകൾ. അതുപോലെ എക്സ്പ്ലോർ വേരിയസ് ഇൻ്റർവെൻഷൻ മെത്തേഡ്സ്. ഡിഫറെൻറ്റ് ഇൻ്റർവെൻഷൻ മെത്തേഡുകളുണ്ട്, അതെന്തൊക്കെയാണ് നോക്കുന്നു. ഡെവലപ്പ് ഫൗണ്ടേഷണൽ സ്കിൽസ് ഇൻ ക്ലയൻറ്റ് ഇൻട്രാക്ഷൻ. ക്ലയൻറ്റുമായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവേണ്ട ഫൗണ്ടേഷണൽ സ്കിൽസ് എന്തൊക്കെയാണ്, അതെങ്ങനെയൊക്കെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടതെന്നുള്ളതിന് സ്കിൽസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കുന്നത്. സോ ഇമ്പോർട്ടൻസ് ഓഫ് കൗൺസിലിംഗ് ഇൻ മെൻ്റൽ ഹെൽത്ത്. നമുക്കറിയാം, മെൻ്റൽ ഹെൽത്തിൽ കൗൺസിലിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്കറിയുന്നതാണ്. അതിലൊരു കൗൺസിലറുടെ റോൾ എന്തൊക്കെയാണ്, പ്രൊഫഷണൽ പ്രാക്ടീസിൽ ഒരു കൗൺസിലറിൽ ഉണ്ടാവേണ്ട സ്കിൽസ് എന്തൊക്കെയാണ്, ടെക്നിക്ക് എന്തൊക്കെയാണെന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ മൊത്തം നമ്മൾ കവർ ചെയ്യുന്നത്. അതിൽ ഓരോരോ അപ്രോച്ചുകളും ടെക്നിക്കുകളാണ് ഓരോ യൂണിറ്റിലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഒരു ഫൗണ്ടേഷണൽ ആയിട്ടുള്ള കോർ കൗൺസിലിംഗ് സ്കിൽസാണ് ഡിസ്കസ് ചെയ്യുക. ഫസ്റ്റ് ഇപ്പോൾ റാപ്പോ ബിൽഡിംഗ് ആണ്. ഒരു ക്ലയൻറ്റ് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്ര എക്സ്പേർട്ട് ആണെങ്കിലും ശരി, നമ്മൾ തമ്മിൽ ഒരു റാപ്പോ അവിടെ ഉണ്ടായാൽ മാത്രമേ കൗൺസിലിംഗ് മുന്നോട്ട് പോവുള്ളൂ. ഈ റാപ്പോ ബിൽഡിംഗ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. തെറാപ്യൂട്ടിക് അലയൻസ് അല്ലെങ്കിൽ റാപ്പോ നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ കൗൺസിലിങ്ങിൻ്റെ പകുതി കഴിഞ്ഞു എന്ന് തന്നെ പറയാൻ പറ്റും. അതെങ്ങാനും ഉണ്ടായിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ എത്ര വർക്ക് ചെയ്താലും അത് ക്ലിയർ ആവില്ല. അത് ഇപ്പോൾ നമ്മൾ എത്ര നല്ല നോളേജബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കൗൺസിലർ ആണെങ്കിലും നമ്മുടെ അടുത്ത് വരുന്ന എല്ലാ ക്ലയൻസിൻ്റെ അടുത്തും നമുക്ക് റാപ്പോ ബിൽഡ് ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല. വെരി എക്സ്പേർട്ടും പലപ്പോഴും റാപ്പോ ബിൽഡ് ചെയ്യുന്നിടത്ത് ഫെയിൽ ആവാറുണ്ട്. അപ്പോൾ അത് ഒരു തെറാപ്പിസ്റ്റിൻ്റെ മാത്രം സ്കില്ലല്ല, വരുന്ന ക്ലയൻറ്റും കൂടി അതിൽ കോപ്പറേറ്റീവ് ആവണം. പക്ഷേ ചില സ്കിൽസൊക്കെ നമ്മളിൽ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് റാപ്പോ ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമുക്ക് അക്വയർ ചെയ്തെടുക്കാൻ പറ്റുന്ന സ്കിൽസാണ്. നമുക്ക് ജന്മനാ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. സ്കില്ല് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അക്വയർ ചെയ്തെടുക്കാം, നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ റാപ്പോ ബിൽഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കുകളാണ് ആക്റ്റീവ് ലിസണിങ്, എമ്പതി, നോൺ വെർബൽ ക്യൂസ്. ആക്റ്റീവ് ലിസണിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ ആക്റ്റീവായിട്ട് കേൾക്കാവുന്നതിനപ്പുറം അതിൽ അടങ്ങിയിരിക്കുന്ന പലതരത്തിലുള്ള സ്കില്ലുകളുണ്ട്. നമ്മൾ ആക്റ്റീവായിട്ട് ലിസൺ ചെയ്യാന്ന് പറയുമ്പോൾ ഫിസിക്കലി ആൻഡ് സൈക്കോളജിക്കലി അവരിലേക്ക് അറ്റൻറ്റീവ് ആയിരിക്കണം നമ്മൾ. ഫിസിക്കലി എന്ന് പറഞ്ഞാൽ നമ്മൾ അവരിലേക്കൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ചാഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് കുനിഞ്ഞിരുന്ന് ആ ഒരു രീതിയിലൊന്ന് ചാഞ്ഞിരുന്നിട്ടാണ് ഉണ്ടാവേണ്ടത്. പിന്നെ അയാൾ പറയുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ ഗെറ്റ് ഇൻവോൾവ്ഡ് ആണ് എന്ന് ആൾക്ക് ഫീൽ ചെയ്യണം. നമ്മളിങ്ങനെ അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ ഇടയിൽ നമ്മൾ മൊബൈൽ നോക്കുന്നു, പേന നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പേന ചാടി, അപ്പോൾ പേന ഒന്ന് എടുക്കാൻ വേണ്ടി കുനിയുന്നു. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് തോന്നും ഈ കൗൺസിലർ എന്നിലേക്ക് അറ്റൻറ്റീവ് അല്ല എന്നുള്ളൊക്കെ ഒരു തോന്നൽ വരാനുള്ള സാധ്യതയുണ്ട്. സോ നമ്മൾ ഫിസിക്കലി ആൻഡ് സൈക്കോളജിക്കലി അതിലേക്ക് അറ്റൻറ്റീവ് ആയിരിക്കണം. പിന്നെ നമുക്ക് അറ്റൻഡിങ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടി പലതരം സോഷ്യൽ സ്കിൽസ് നമുക്ക് യൂസ് ചെയ്യാം. ഗ്രീറ്റിംഗ് സ്കിൽസ്, പൊളിറ്റ്നെസ് സ്കിൽസ്, കൈൻഡ്നെസ് സ്കിൽസ്, ഇങ്ങനെയുള്ള സ്കിൽസും കൂടി നമുക്കതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ എമ്പതറ്റിക് ആയിരിക്കണം. എമ്പതറ്റിക് എന്ന് പറയുമ്പോൾ അയാൾ പറയുന്ന അയാളുടെ ഫീലിങ്സിനെ, ഇമോഷൻസിനെ നമുക്ക് അക്നോളജ് ചെയ്യാൻ പറ്റണം. അതിനർത്ഥം ചിലപ്പോൾ നമ്മൾ പറയുകയാണ്, നിങ്ങൾ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമോ. അത് പറയുമ്പോൾ ചിലപ്പോൾ ആൾ പറയും, എങ്ങനെ ഞാൻ അനുഭവിക്കുന്ന പെയിൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. മേ ബി അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അവിടെ നിന്ന് വന്നേക്കാം. സോ നമ്മൾ എന്താ പറയുക, എനിക്കെല്ലാം മനസ്സിലായി എന്നതിന് അർത്ഥം ആയിട്ട് നമ്മൾ പറയാം, യെസ് ഐ ക്യാൻ സീ യുവർ ഫീലിങ്സ്. അതിനെ വാലിഡേറ്റ് ചെയ്യുക, അവരുടെ ഫീലിങ്സിനെ നമ്മൾ വാലിഡേറ്റ് ചെയ്യാൻ പറ്റണം. ഒരിക്കലും അവിടെ സിമ്പതി കടന്നു കൂടരുത്. അയാളുടെ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ ആയിരിക്കും, വിഷമങ്ങളാണ് നമ്മളടുത്ത് വന്നിട്ട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേൾക്കുമ്പോൾ നമുക്കൊരു സിമ്പതിയൊക്കെ തോന്നും. പക്ഷെ നമ്മൾ സിമ്പതിനപ്പുറത്ത് എമ്പതിയാണ് നമുക്കവിടെ വേണ്ടത്. ഒരാളുടെ, നമ്മൾ എപ്പോഴും പറയുന്നൊരു ഉദാഹരണമാണ്, മറ്റൊരാളുടെ ഷൂ ഇട്ട് നോക്കുക എന്ന് പറയും. ഷൂ ഇട്ട് നോക്കുക എന്ന് മാത്രമല്ല, ഷൂ ഇട്ട് നടക്കുക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതെത്രമാത്രം സ്ട്രഗിളിംഗ് ആണ്.
ഇല്ലേ? അതുപോലെയാണ് നമ്മൾ ആ ഒരു എമ്പതറ്റിക്കൽ ആവുക എന്ന് പറഞ്ഞാൽ അയാളുടെ വ്യൂ പോയിന്റിൽ നിന്നിട്ട് നമുക്കതിനെ നോൺ ജഡ്ജ്മെൻ്റലായിട്ട് നോക്കിക്കാണാൻ പറ്റണം. ആൻഡ് നോൺ വെർബൽ ക്യൂസ്, നമ്മൾ യൂസ് ചെയ്യുന്ന പലതരം നോൺ വെർബൽ ക്യൂസ്, അയാളിലേക്കൊന്നും ഇങ്ങനെ ചാഞ്ഞിരിക്കുക, അയാളിങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ അയാളുടെ കണ്ണിലേക്ക് തന്നെ നോക്കിയിട്ട് നമ്മളിങ്ങനെ ഒന്ന് തലയാട്ടിയിരിക്കുക, തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോൺ വെർബൽ ക്യൂസ് എന്ന് പറയുന്നത്. ഇത്തരം സ്കില്ലുകളൊക്കെ ഉണ്ട്. സ്കില്ലിലൂടെയൊക്കെ നമ്മൾ നമ്മളിൽ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്ത് അതിലൂടെയൊക്കെയാണ് നമുക്ക് റാപ്പോ ബിൽഡ് ചെയ്യാൻ പറ്റുന്നത്. അതിലൊരുപാട് കോമൺ ബാരിയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെ നമ്മൾ എങ്ങനെയൊക്കെയാണ് ഓവർകം ചെയ്യേണ്ടതെന്ന് നോക്കണം. ചില ക്ലയൻസ് ഒന്നും നമ്മളെടുത്ത് പറയൂല, അവർ നല്ല റെസിസ്റ്റൻസ് കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ക്ലയൻസിനെയൊക്കെ നമ്മളത് എങ്ങനെയാണ് അത്തരം ബാരിയേഴ്സിനെ നമ്മൾ ഓവർകം ചെയ്യുക? അവർ ഒരു കാര്യം നമ്മളടുത്ത് പറഞ്ഞു തുടങ്ങാൻ തയ്യാറാവുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ നോൺ ത്രെറ്റനിങ് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ അവരിലേക്ക് എത്തുക. അതായത് ഈ പ്രോബ്ലവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത, അവർ സൈലൻസ് കീപ്പ് ചെയ്യാത്ത രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. ലൈക്ക് നിങ്ങളുടെ പേരെന്താ, വീട് ഏതാ, വീട് എവിടെയാണ്, എന്തിൽ പഠിക്കുന്നു, എന്താ ആഗ്രഹം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് വരുമ്പോൾ മേ ബി നമുക്ക് എവിടെയെങ്കിലൊക്കെ ഒരു പോയിന്റ് കിട്ടും, ഒരു സ്ട്രെങ്ത് പോയിന്റ്. ആ ഒരു സ്ട്രെങ്ത് പോയിന്റിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫോർ എക്സാമ്പിൾ ഒരു അഡോളസൻസ് കുട്ടിയാണ് നമ്മളടുത്ത് വന്നതെന്ന് വിചാരിക്കുക, അല്ലെ? ഒരു കുട്ടിയാണ് വന്നത്. ആ കുട്ടിക്ക് ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടെന്ന് വിചാരിക്കാം. കുട്ടി നമ്മളടുത്ത് ഒന്നും ഷെയർ ചെയ്യാൻ തയ്യാറല്ല. ആ കുട്ടിയോട് നമ്മൾ എന്താവാനാണ് ആഗ്രഹം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. അതല്ലേ നിങ്ങൾക്ക് ഇങ്ങനെ ആവാനാണല്ലേ ആഗ്രഹം, അതിനുള്ള പ്രിപ്പറേഷൻ, ആ ഒരു ലെവലിൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളോടുള്ള ആ ഒരു മടി ഉണ്ടാകും. അതവിടെ ബ്രേക്ക് ആവുകയാണ്. പിന്നെ അയാൾ പതുക്കെ ഇങ്ങനെ അതിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ റാപ്പോ ബിൽഡിംഗ് വളരെ പ്രധാനമാണ്. ഇനി വരുന്നത് പേഴ്സൺ സെൻറ്റേർഡ് കൗൺസിലിംഗ് ടെക്നിക്കാണ്. കാൾ റോജേഴ്സിൻ്റെ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പേഴ്സൺ സെൻറ്റേർഡ് കൗൺസിലിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ കോർ കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ എമ്പതി വേണം, കോൺഗ്രുവൻസ് ആൻഡ് അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് വേണം. ഇറ്റ് ഫോക്കസസ് ഓൺ ക്ലയൻസ് സെൽഫ് ഗ്രോത്ത് ആൻഡ് സെൽഫ് അണ്ടർസ്റ്റാൻഡിങ്. നമ്മൾ പേഴ്സൺ സെൻറ്റേർഡ് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് പറഞ്ഞപ്പോൾ അത് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതാണ്. നമ്മൾ വളരെ എമ്പതറ്റിക്കൽ ആയിരിക്കണം, നോൺ ജഡ്ജ്മെൻ്റൽ ആയിരിക്കണം, അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് ഉണ്ടാവണം. അയാൾ പറയുന്ന കഥകളിൽ നമ്മളൊരിക്കലും ജഡ്ജ്മെൻറ്റ് വെക്കരുത്, കണ്ടീഷൻസ് വെക്കരുത്. ഇങ്ങനെയായാൽ ഇങ്ങനെ, അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒന്നും വെക്കാൻ പാടില്ല. അൺകണ്ടീഷണൽ ആയിട്ട്, അതും പോസിറ്റീവായ രീതിയിലാണ് കേൾക്കേണ്ടത്. ബിക്കോസ് എല്ലാ മനുഷ്യരും ജനിച്ച് വീഴുന്ന സമയത്ത് വളരെ ഗുഡാണ്. പിന്നീട് അയാളുടെ സാഹചര്യങ്ങളിലൂടെ അയാൾ അങ്ങനെ ആയി മാറിയതാവാം. അപ്പോൾ അയാൾ ബേസിക്കലി ഗുഡ് നേച്ചറാണ്, ഗുഡ് പീപ്പിൾ അല്ലെങ്കിൽ ഗുഡ് മാൻ ആണ്, ഗുഡ് വുമൺ ആണ് എന്നുള്ള രീതിയിലാണ് ക്ലയൻറ്റിനെ നമ്മൾ നോക്കി കാണേണ്ടത്. അവിടെ ഒരു കണ്ടീഷൻസ് ഒന്നും നമ്മൾ വെക്കരുത്. നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത് സെൽഫ് ഗ്രോത്തിനെയും സെൽഫ് അണ്ടർസ്റ്റാൻഡിങ്ങിനെയുമാണ്. നമ്മൾ ഏത് തെറാപ്പി മോഡാണ് യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ നമ്മൾ CBT ആണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റ് പല തെറാപ്പികളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ. ഏത് തെറാപ്പി നമ്മൾ യൂസ് ചെയ്യുകയാണ് എങ്കിലും ക്ലയൻറ്റിനോടുള്ള നമ്മുടെ അപ്രോച്ചിൽ നമ്മളെപ്പോഴും ഒരു ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചാണ് കീപ്പ് ചെയ്യേണ്ടത്. നോൺ ജഡ്ജ്മെൻ്റൽ, എംപതറ്റിക്, അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ്, ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതിലൂടെ റാപ്പോ അല്ലെങ്കിൽ തെറാപ്യൂട്ടിക് അലയൻസ് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അത് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ബാക്കി ഏത് തെറാപ്പിയുടെ അപ്രോച്ചുകളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. പലപ്പോഴും നമുക്കൊരു തെറ്റായ ധാരണയുണ്ട്, ഓരോ തെറാപ്പിയിലും ഒരുപാട് ഡിഫറെൻറ്റ് മെത്തേഡുകൾ പഠിക്കുക, ടെക്നിക്കുകൾ പഠിക്കുക, ഓരോ ഇഷ്യൂസിന് ഇപ്പോൾ ഫോബിയ ആണെങ്കിൽ ഓക്കെ സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ വേണം, എക്സ്പോഷർ തെറാപ്പി കൊടുക്കണം, അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യും. CBT ഓക്കെ ഡിപ്രഷൻ നമ്മൾ CBT കൊടുക്കണം, CBTയിൽ പലതരം ടെക്നിക്കുകളുണ്ട്, അത് ചെയ്യണം. മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് CBT നമ്മൾ ചെയ്യണം. അതിൻ്റെ ടെക്നിക്കുകൾ കുറേ ഇരുന്ന് പഠിക്കുക, അത് അപ്ലൈ ചെയ്യുക. അതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമാകുന്നു ഈ റാപ്പോ ബിൽഡ് ചെയ്യുക എന്നുള്ളത്. അതിനൊക്കെ അപ്പുറത്ത് തെറാപ്യൂട്ടിക് അലയൻസ് നമുക്ക് ബിൽഡ് ചെയ്യാനും അയാൾ ഒരു ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിലൂടെ നമുക്ക് നോക്കിക്കാണാനും, ഒരു ബേസിക് ഹ്യൂമൻ വേദന അനുഭവിക്കുന്ന ഒരു മനുഷ്യനാണ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അയാളുടെ വേദനകൾക്ക് പരിഹാരം കൊടുക്കുക. അയാൾ ആ വേദന സഹിക്കാൻ കഴിയാതെ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടി വന്നിരിക്കുകയാണ് നമ്മുടെ അടുത്ത്. അതേ പ്രൊഫഷണൽ രീതിയിൽ തന്നെ ആ പ്രൊഫഷണലിസം എല്ലാം കീപ്പ് ചെയ്തുകൊണ്ട് ഒരു മനുഷ്യൻ്റെ വേദനയാണ് ഞാൻ കേൾക്കുന്നത്, ആ വേദനയെ
അയാൾക്ക് ലഘൂകരിച്ച് കൊടുക്കുക എന്നുള്ള ഒരു വലിയ ഒരു സർവീസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഒരു മനുഷ്യനെ ഒരു മനുഷ്യനാക്കി മാറ്റാനുള്ള പ്രയത്നത്തിലാണ് നമ്മളുള്ളത്. അപ്പം അത്രയും ഹ്യൂമാനിസ്റ്റിക് അപ്രോച്ച് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റേറിയൻ അപ്രോച്ച് നമ്മളപ്പോൾ കീപ്പ് ചെയ്തിരിക്കണം. അതാണ് പേഴ്സൺ സെൻറ്റേർഡ് കൗൺസിലിങ്ങിൽ കാൾ റോജേഴ്സ് പറഞ്ഞു വെക്കുന്ന ടെക്നിക്കുകൾ. അപ്പോൾ ഇതൊക്കെ നമ്മൾ മെയിൻലി യൂസ് ചെയ്യണം. നമ്മുടെ ബേസിക് സ്കിൽസ് ഓഫ് കൗൺസിലിംഗ് എന്ന് പറയുന്നത് ആക്റ്റീവ് ലിസണിങ് ആൻഡ് ക്വസ്റ്റ്യനിങ് ആണ്, പാരാഫ്രൈസിങ് ആൻഡ് സമ്മറൈസിങ് ആൻഡ് ക്ലാരിഫിക്കേഷൻ ആൻഡ് റിഫ്ലക്റ്റിംഗ് ഫീലിങ്സ്. അപ്പോൾ ഒരു ക്ലയൻറ്റ് നമ്മളുടെ അടുത്ത് വന്നു, അയാളുടെ വേദനയുടെ കഥ നമ്മളുടെ അടുത്ത് ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാളെ നമ്മൾ ആക്റ്റീവായിട്ട് ലിസൺ ചെയ്യുന്നു. നമുക്കവിടെ ക്ലാരിഫിക്കേഷൻ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം. അയാൾ ഫസ്റ്റായിട്ട് നമ്മളെടുത്ത് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അയാളുടെ ഒരു ഗ്രീഫ് ആയിട്ടുള്ള കാര്യം നമ്മുടെ അടുത്ത് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നല്ല ക്യൂരിയോസിറ്റി ഉണ്ടാകും, അല്ലേ? ബാക്കി എന്ത് സംഭവിച്ചു, അല്ലേ? അപ്പം അതിൻ്റെ ബാക്കി എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. നമ്മളെന്ത് ചെയ്യും, അതിൻ്റെ ബാക്കി കഥ കേൾക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അവരെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടേയിരിക്കും. ഓരോ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യരുത്. വൺസ് നമ്മൾ പേഴ്സണൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ച് കഴിഞ്ഞ് അവരുടെ സ്റ്റോറി അവർ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുമ്പം കുറച്ച് കാര്യങ്ങൾ അവരിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ആദ്യം അതിൻ്റെ ബാക്കി അറിയാൻ വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പാടില്ല. മറിച്ച് അതൊന്ന് റിഫ്ലക്റ്റ് ചെയ്യണം. അതല്ലേ, ഇപ്പോൾ ഒരാൾ പറയാണ് എനിക്ക് അത്രമേൽ ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു, പക്ഷേ വീട്ടുകാർ ഒരിക്കലും അയാളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പ്രൊസീഡ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ അയാളടുത്ത് പറയാം, അതെല്ലേ നിങ്ങൾക്ക് അത്രയും ഇഷ്ടപ്പെട്ട ഒരാളാണുള്ളത്, അയാളെ നിങ്ങൾക്ക് ഒരിക്കലും ഒഴിവാക്കാനും കഴിയുന്ന അത്രയും ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ തമ്മിലുണ്ട് അല്ലേ, പക്ഷേ വീട്ടുകാർ നിങ്ങൾക്ക് അത്രയും പ്രധാനപ്പെട്ടത് അതും ഒഴിവാക്കാൻ പറ്റുന്നില്ല അല്ലേ. നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷൻ മാനേജ് ചെയ്യുന്നത്? അങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കുന്നതിലൂടെ അവരുടെ ഫീലിങ്സിനെ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യാണ് ചെയ്യുക. അതിലൂടെ മറ്റൊരു ഗുണം കൂടിയുണ്ട്. നമുക്ക് അവർ പറഞ്ഞ കാര്യം നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെയാണോ എന്നുകൂടി നമുക്കൊന്ന് ഉറപ്പുവരുത്താൻ പറ്റും. അതായത് അവർ ജസ്റ്റ് പറഞ്ഞ അതേ കാര്യത്തെ നമ്മൾ തിരിച്ചങ്ങോട്ടൊന്ന് റിഫ്ലക്റ്റീവായിട്ട് ചോദിക്കുക. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മളെ ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മളവിടെ ചോദിക്കരുത്. പക്ഷെ നമുക്ക് അവർ ബാക്കി കാര്യങ്ങൾ പറയുമ്പം ഒരു ക്ലാരിഫിക്കേഷൻ വരുത്താൻ വേണ്ടി ചോദിക്കാം. അതാണ് പാരാഫ്രൈസിങ് ആൻഡ് സമ്മറൈസിങ് എന്ന് പറയുന്നിടത്ത്. അതാണ് പാരാഫ്രൈസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഇത്തരത്തും റിഫ്ലക്റ്റീവ് ആണ്. അപ്പോൾ അവർ കുറേ കാര്യങ്ങൾ പറഞ്ഞു, അതിൻ്റെയൊക്കെ ഒരു ആകത്തുക നമ്മളൊന്ന് പാരാഫ്രൈസ് ചെയ്ത് സമ്മറൈസ് ചെയ്തിട്ട് യെസ് ഇങ്ങനെയാണല്ലേ സംഭവിച്ചത്. അപ്പോൾ നമ്മൾ തിരിച്ചങ്ങോട്ട് പാരാഫ്രൈസ് ചെയ്ത് സമ്മറൈസ് ചെയ്ത് പറയുമ്പോൾ അല്ല ഇതിൽ ഇങ്ങനെയൊക്കെയാണ് എന്ന് ചിലപ്പോൾ അവർ തിരുത്തി പറഞ്ഞേക്കാം. പിന്നെ നമുക്ക് ക്ലാരിഫിക്കേഷൻ ആൻഡ് റിഫ്ലക്റ്റിംഗ് ഫീലിങ്സ് നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് ക്ലാരിഫിക്കേഷൻ ചോദിക്കാം. ചിലരത്ത് നമുക്ക് ഒരു ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ ചിലപ്പോൾ അവരിങ്ങനെ കഥകൾ പറയുമ്പോൾ ഒരു തരം സർക്കംസ്റ്റാൻഷ്യാലിറ്റി ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഒരു കാര്യത്തിൽ നിന്ന് പറഞ്ഞ് അവർ വേറെ എന്തെങ്കിലും കാര്യത്തിലേക്കൊക്കെ എത്തിയിട്ടുണ്ടാവാം. അപ്പം അതിനെ ചിലപ്പോൾ നമ്മളതിലൊന്ന് ഇൻ്റർഫിയർ ചെയ്യേണ്ടി വന്നേക്കാം. അങ്ങനെ ക്ലാരിറ്റി കിട്ടേണ്ടത് നമുക്ക് ക്ലാരിഫിക്കേഷൻ ചോദിക്കാം. അവരുടെ ഫീലിങ്സിനെ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യണം. ഇതൊക്കെയാണ് ഈ ഒരു കൗൺസിലിങ്ങിൻ്റെ ബേസിക് സ്കിൽസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കേസ് ഹിസ്റ്ററി ആൻഡ് ഇൻ്റർവ്യൂ ആണ് എടുക്കുന്നത്. അവരുടെ കേസ് ഹിസ്റ്ററി ഫസ്റ്റ് എടുക്കണം. കേസ് ഹിസ്റ്ററി എടുക്കുമ്പോൾ ഗ്യാതറിങ് ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻസ് നമ്മൾ എടുക്കുന്നു. അതുപോലെ കണ്ടക്ടിങ് സ്ട്രക്ചേർഡ് ആൻഡ് സെമി സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂസ് എടുത്ത് ഇൻ്റർവ്യൂസ് കണ്ടക്ട് ചെയ്യുന്നു. അതായത് നമ്മൾ MSc ഒക്കെ എടുക്കുന്ന ക്ലിനിക്കൽ ഇൻ്റർവ്യൂ നടത്തിയിട്ട് തന്നെയാണ്. അതുപോലെ അണ്ടർസ്റ്റാൻഡിങ് പ്രസൻറ്റിങ് പ്രോബ്ലം, അങ്ങനെ നമ്മൾ അവരുടെ കേസ് ഹിസ്റ്ററി MSc ഒക്കെ എടുത്തിട്ട് അവരുടെ പ്രസൻറ്റിങ് പ്രോബ്ലം എന്താണ് എന്ന് കണ്ടെത്തുന്നു. നിങ്ങൾക്ക് ഓൾറെഡി കേസ് ഹിസ്റ്ററി ഒക്കെ എടുക്കാൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയുമായിരിക്കും. നമ്മൾ കേസ് ഹിസ്റ്ററിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തുന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയണ്ടാവുമായിരിക്കും. മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ എടുക്കുക, നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. ആ ഒരു കേസ് ഹിസ്റ്ററി ആൻഡ് MSc ഒക്കെ എടുത്ത് ക്ലിനിക്കൽ ഇൻ്റർവ്യൂസ് ഒക്കെ നടത്തി നമ്മൾ അവരുടെ ഒരു പ്രസൻറ്റിങ് പ്രോബ്ലം എന്താണ് എന്ന് ക്ലിയർ ആയിട്ട് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. എന്നിട്ട് പിന്നെ നമ്മൾ സൈക്കോ എഡ്യൂക്കേഷനാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഏതൊരു കാര്യത്തിലും ഏതൊരു തെറാപ്പി എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കണം. സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ എഡ്യൂക്കേറ്റിംഗ് ക്ലയൻസ് അബൌട്ട് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഒരു നോർമലി നമ്മളത് അങ്ങനെ കൊടുക്കാം. പ്രൊമോട്ടിങ് സെൽഫ് അവെയർനെസ് ആൻഡ് കോപ്പിംഗ് സ്ട്രാറ്റജീസ് കൊടുക്കാം.
അയാളുടെ പ്രശ്നം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് കൃത്യമായ സൈക്കോ എഡ്യൂക്കേഷൻ. നമ്മൾ സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ കുറച്ച് അഡ്വൈസ് കൊടുക്കുന്ന രീതിയിൽ ഒരിക്കലും ആവരുത്. ഒരു ആങ്ഷൈറ്റി പ്രോബ്ലമായിട്ട് വന്ന ഒരാളാണെങ്കിൽ ആങ്ഷൈറ്റി എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അയാളെ കൃത്യമായിട്ട് ഡയഗ്രാംസ് ഒക്കെ വരച്ചിട്ട് നമുക്കറിയാവുന്ന രീതിയിലൊക്കെ നമ്മൾ അവരെ പഠിപ്പിച്ചു കൊടുക്കുന്നു. അതങ്ങനെ നമ്മൾ സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേകത, നമ്മുടെ മുമ്പിലിരിക്കുന്ന ക്ലയൻറ്റിൻ്റെ ഒരു എഡ്യൂക്കേഷണൽ ലെവൽ, അയാളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ലെവൽ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അറിയണം. അതിനനുസരിച്ച് നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. നമ്മൾ തീരെ അറിയാത്ത ഒരാളുടെ അടുത്ത് നമ്മളെ ഈ ഇങ്ങനെയുള്ള കുറേ CBT ടേംസ്, ഓക്കെ സൈക്കോ എഡ്യൂക്കേഷൻ, ആങ്ഷൈറ്റി എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവണമെന്നില്ല. അവരൊരു പക്ഷേ പറഞ്ഞിട്ടുണ്ടാവുക ഡിപ്രഷനാണ്, സാഡാണെന്നൊന്നും ആയിരിക്കും. എനിക്കൊരു പുറത്തേട്, ഒരു ഇടങ്ങേറ്, മനസ്സിൻ്റെ നെഞ്ചിൻ്റെ ഉള്ളിൽ ഒരു കനം, പല ടേംസിലായിരിക്കും അവർ പറഞ്ഞിട്ടുണ്ടാവുക. നമ്മളെടുത്ത് അവരുടെ ബുദ്ധിമുട്ട് പറഞ്ഞിട്ടുണ്ടാവുക. അപ്പം നമ്മളും അങ്ങനെയുള്ള ടേംസുകൾ യൂസ് ചെയ്തിട്ടാവണം ഈ ഒരു കാര്യം അവർക്ക് വ്യക്തമാക്കി കൊടുക്കാൻ. പ്രത്യേകിച്ച് CBT ഒക്കെ കുറച്ചുകൂടി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളിൽ വർക്ക് ആവുള്ളൂ. കാരണം അവർക്കത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ളവരാവണമല്ലോ. അപ്പോൾ നമുക്ക് ഈ സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് ബ്രോഷേഴ്സ്, വർക്ക്ഷോപ്പ്, ഡിജിറ്റൽ മീഡിയാസൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ചില റിസർച്ച് ഫൈൻഡിങ്സ് ഒക്കെ വെച്ചിട്ട് കണ്ടോ, ഈ റിസർച്ച് പ്രകാരം ഇത്ര ആളുകൾക്ക് ഇങ്ങനെയൊക്കെ ഡിപ്രഷൻസ് ഉണ്ടാവും, അത് ഇന്ന കാരണം, അങ്ങനെ നമ്മളെന്താണോ ഉള്ളത് നമുക്ക് അങ്ങനെ സ്റ്റഡീസൊക്കെ നമുക്ക് അവർക്ക് കാണിച്ചു കൊടുത്തിട്ട് നമുക്ക് അങ്ങനെ സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ് വൺ ഓഫ് ദി സ്റ്റെപ്പ്. ദെൻ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ ആണ്. അവരുടെ ഐഡൻറ്റിഫൈയിങ് സോഴ്സസ് ഓഫ് കോൺഫ്ലിക്റ്റ്. അവർക്ക് ഈ ഒരു ഡിസ്ട്രസ്, ഈ ഒരു കോൺഫ്ലിക്റ്റ് എന്ത് കാരണത്താലൊക്കെയാണ് ഉണ്ടായി വന്നത് എന്നുള്ളതിൻ്റെ സോഴ്സുകളെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. നമ്മളതിൽ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത് മീഡിയേഷൻ, നെഗോഷിയേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്നുള്ള ടെക്നിക്കിലൂടെയൊക്കെയാണ് നമ്മളതിനെ കോൺഫ്ലിക്റ്റിനെ നമ്മൾ റെഗുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മീഡിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ കാണാം, മധ്യസ്ഥത വഹിക്കുക എന്ന് പറയാം. ഒരു മീഡിയേഷൻ റോളാണ് നമ്മളും പലയിടങ്ങളിലും നമ്മൾ വഹിക്കേണ്ടി വരിക. നെഗോഷിയേഷൻ എന്നാൽ നമ്മൾ അവരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് പരസ്പരം അങ്ങനെയുള്ള നെഗോഷിയേഷൻ. അതുപോലെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അവരിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് പറ്റും. ഇവിടെ റോൾ ഓഫ് എ കൗൺസിലർ എന്ന് പറയുന്നത് ആസ് എ ഫെസിലിറ്റേറ്റർ ആണ്. ഒരു ഫെസിലിറ്റേറ്റർ എന്നുള്ള രീതിയിലാണ് ഇവിടെ കൗൺസിലർ നിൽക്കുന്നത്. അവരുടെ കാര്യങ്ങളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് കൊടുക്കാനുള്ള ഒരു ഫെസിലിറ്റേറ്റർ, ഒരു ഹെൽപ്പിംഗ് റോളാണ് ഇവിടെ ഉള്ളത്. നെക്സ്റ്റ് ക്രൈസിസ് ഇൻ്റർവെൻഷൻ ആണ്. അതായത് ഇമ്മീഡിയറ്റ് ആൻഡ് ഷോർട്ട് ടേം സൈക്കോളജിക്കൽ കെയർ കൊടുക്കുക എന്നുള്ളതാണ് അവർക്ക്. അപ്പോൾ അതിൽ നമ്മൾ സ്റ്റെപ്സ് എന്ന് പറയുന്നത് ആദ്യം അസസ് ചെയ്യണം, അല്ലേ? അവരുടെ പ്രോബ്ലം എങ്ങനെയുണ്ട്, എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ ആദ്യം അസസ് ചെയ്യണം. നമ്മൾ സേഫ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്യണം. എന്നിട്ട് അവർക്ക് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യണം. suitable for a trauma and suicidal prevention etc. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ ഈ ക്രൈസിസ് ഇൻ്റർവെൻഷൻസ് എടുക്കുക. ഈ ക്രൈസിസ് ഇൻ്റർവെൻഷൻ എന്ന് പറയുമ്പോൾ നമ്മളടുത്ത് ഡിപ്രഷനുമായിട്ട് ഒരാൾ വന്നുവെങ്കിൽ ആദ്യം നമ്മൾ അയാൾക്ക് ഒരു അസസ്മെൻറ്റ് നടത്തണം. നമ്മൾ പൊതുവിൽ GAD-7 അതുപോലെ ഒരു ജനറൽ ഹെൽത്ത് നോക്കുന്ന രീതിയിലുള്ള ചെറിയ ക്വസ്റ്റ്യനേഴ്സൊക്കെ നമുക്ക് അവരുടെ അടുത്ത് ഫില്ല് ചെയ്യാൻ കൊടുക്കാം. അവർക്ക് സ്വയം അറിയില്ലെങ്കിൽ നമ്മളത് ചെയ്തു കൊടുത്താൽ അപ്പോൾ നമുക്കറിയാം ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സൈക്കോളജിക്കൽ ഡിസ്ട്രെസ് എത്രത്തോളം ഉണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് പിന്നെ അവർക്ക് സൂയിസൈഡൽ ഐഡിയേഷൻസ് ഉണ്ടോ ഒക്കെ നോക്കാം. സൂയിസൈഡൽ ഐഡിയേഷൻ ഉണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും നോക്കാനില്ല. നമ്മൾ അവിടെ പിന്നെ സൈക്കോ തെറാപ്പി കൊടുക്കാനും കൗൺസിലിംഗ് കൊടുക്കാനും പോവരുത്. നേരെ നമ്മൾ സൈക്കാട്രിയിലേക്ക് റെഫർ ചെയ്യണം. അയാൾ ആ ഫോമിൽ സൂയിസൈഡൽ ഐഡിയേഷൻ മാർക്ക് ചെയ്തിട്ടുണ്ടാവാം, ചിലപ്പോൾ ചെയ്യാതിരിക്കും. പക്ഷെ നമ്മളെടുത്ത് അയാൾ മുമ്പിൽ വന്നിരിക്കുമ്പോൾ നമ്മളത് ക്ലിയർ ചെയ്യണം, അയാൾക്ക് ഉണ്ടോ എന്നുള്ളത്. ഒരു സൂയിസൈഡൽ വിഷ് മാത്രമേ ഉള്ളൂ, ഞാൻ മരിച്ചാൽ മതി എന്നുള്ള വിഷ് മാത്രമേ ഉള്ളെങ്കിൽ നോ ഇഷ്യൂ. പക്ഷേ സൂയിസൈഡൽ ഐഡിയേഷൻ ഉണ്ട്, സൂയിസൈഡൽ അറ്റംപ്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നേരെ നമ്മൾ സൈക്കാട്രിയിലേക്ക് റെഫർ ചെയ്യണം. നമ്മളെ ഫൈൻഡിങ്സ് വെച്ചിട്ട് നമ്മളൊരു റെഫറൻസ് കൊടുത്ത് സൈക്കാട്രിക് മെഡിസിൻസ് എടുത്ത് അയാളൊന്ന് സ്റ്റേബിളായിട്ട് പിന്നെയാണ് നമ്മൾ സൈക്കോളജിക്കൽ തെറാപ്പി പ്രൊസീഡിങ്സിലേക്ക് പോവേണ്ടത്. സോ ക്രൈസിസ് ഇൻ്റർവെൻഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഗ്രീഫ് ആൻഡ് ബെരീവ്മെൻറ്റ് കൗൺസിലിംഗ് ഉണ്ട്. അണ്ടർസ്റ്റാൻഡിങ് ദ ഗ്രീവിങ് പ്രോസസ്സ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ ലോസ് ആൻഡ് ബെരീവ്മെൻറ്റിൻ്റെ കൗൺസിലിംഗ് സ്ട്രാറ്റജീസ് നോക്കണം. സപ്പോർട്ടിങ് ഇമോഷണൽ എക്സ്പ്രഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുക്കുക. ഗ്രീഫ് തെറാപ്പിയിലേക്ക് മെയിൻലി നമ്മൾ അവർക്കത് പറഞ്ഞു തീർക്കാനുള്ള ഒരു
സേഫ് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം. പല ആളുകളും ഉള്ളിൽ ഒന്നും പറയാതെ അതിങ്ങനെ സപ്രസ് ചെയ്ത് വെക്കും. ചിലപ്പോൾ നമ്മൾ കാണാറുണ്ട് ചില ആളുകളെ വലിയ ട്രോമ ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാകും, പക്ഷെ അവർ നമ്മൾ പല ദുരന്തങ്ങൾ മുഖത്തു നിന്നൊക്കെ ആളുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് കാണാറുണ്ട്. അവർ ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാകും, മുഖത്ത് ഒരു എക്സ്പ്രഷനും ഉണ്ടാവില്ല. നമ്മൾ വിചാരിക്കും ഇവർക്ക് പ്രശ്നമൊന്നുമില്ല, സങ്കടമൊന്നുമില്ല എന്ന് വിചാരിക്കും. ദേ ആർ ഇൻ ട്രോമ. അവർ ട്രോമയിലാകുമ്പോൾ അവരതിനെ കുറിച്ചിട്ടൊന്നും ആലോചിക്കുന്നില്ല. അപ്പോൾ അവരെങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു പോവുകയാണ്. പിന്നീടാണ് കുറച്ച് കഴിയുമ്പോൾ അവർ ആ ട്രോമനെ ആ ഒരു നെട്ടിലൊന്നും മാറിയിട്ടാണ് അവരിങ്ങനെ താഴേക്ക് വരുമ്പോഴാണ് അവർക്കതിങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ടാവുക. ഗ്രീഫ് ആൻഡ് ബ്രീവ്മെന്റ് എന്ന് പറയുമ്പോൾ, ഗ്രീഫ് എന്ന് പറഞ്ഞാൽ ഒരു ലോസ് ഓഫ് ലൗഡ് വൺ എന്ന് മാത്രമല്ല, എനി ലോസ്, റിയാക്ഷൻ ടു എനി ഫോം ഓഫ് റിയാക്ഷൻ ടു എനി ലോസ്. ഏത് നഷ്ടത്തിനോടുള്ള റിയാക്ഷൻ ആവാം. നമുക്കൊരു ജോലി നഷ്ടപ്പെട്ടതാകാം, നമുക്ക് ഇഷ്ടപ്പെട്ട മറ്റെന്തെങ്കിലും കാര്യം നഷ്ടപ്പെട്ടതാകാം, ഒരു സെപ്പറേഷൻ ആകാം, ഡൈവോഴ്സ്, ഇങ്ങനെ എന്തുമാവാം ഗ്രീഫ് എന്ന് പറഞ്ഞാൽ. ഈ ഒരു ഗ്രീഫ് എന്ന് പറയുന്നതിൽ ഒരു 5 സ്റ്റേജസ് പറയുന്നുണ്ട്. കുബ്ലർ റോസ് മോഡൽ എന്നാണ് എന്നെ പറയുക. 5 സ്റ്റേജസ് ഓഫ് ഗ്രീഫിൽ ഫസ്റ്റ് വൺ ഒരു ഡിനയൽ എന്ന് പറയുന്ന ഒരു സ്റ്റേജാണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ആങ്കർ, പിന്നെ തേർഡ് ബാർഗെയിനിങ്, ഫോർത്ത് ഡിപ്രഷൻ, 5 ആക്സെപ്റ്റൻസ്. ഇങ്ങനെ 5 സ്റ്റേജിലൂടെയാണ് ഒരാൾക്ക് ഗ്രീഫ് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് പറയണം. അത് എല്ലാവരിലും എല്ലാതും ഉണ്ടായിക്കൊള്ളണം എന്നില്ല, അത് ഫസ്റ്റ് ഇതന്നെ വന്നോളണം എന്നൊന്നുമില്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പെണ്ണിന്, ഫോർ എക്സാമ്പിൾ സാറ ആൾക്ക് ഒരു കാർ ആക്സിഡൻറ്റിൽ തൻ്റെ ഹസ്ബൻഡ് മരണപ്പെട്ടു. അതൊരു ട്രോമയാണല്ലോ. അപ്പോൾ ഫസ്റ്റ് സംഭവിക്കുക ഡിനയലാണ്. അതായത് ഇത് ശരിയല്ല, ദിസ് ക്യാൻ ബി ട്രൂ, ഇത് ശരിയല്ല, ഇല്ല എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഡോർ തന്നു, ഇപ്പം ഇങ്ങോട്ട് ഫോൺ എടുത്ത് പുറത്തേക്ക് പോയതല്ലേ ഉള്ളൂ, ഇല്ല മരിച്ചിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറയുന്ന ഒരു ഡിനയൽ സ്റ്റേജ് ഉണ്ട്. കുറച്ചൊക്കെ കഴിഞ്ഞാൽ അതാണ് ആക്സെപ്റ്റ് ചെയ്യാണ്. സോ റിയാലിറ്റി എന്നൊക്കെ മനസ്സിലായി, ആ ഡെഡ് ബോഡിയൊക്കെ കണ്ട് ഒരു റിയാലിറ്റി ഫേസിലേക്കാണ് വന്നു. അപ്പോൾ ദേഷ്യം ഉണ്ടാവാം, ഇതെന്തുകൊണ്ട് സംഭവിച്ചു, വൈ ഡിഡ് ദിസ് ഹാപ്പൻ ടു മീ. അപ്പോൾ ആരാണോ അങ്ങോട്ട് ഡ്രൈവർ കാറിൽ പോയ ഒരു നിമിഷത്തെ പിന്നെ ദേഷ്യം വരികയാണ്, കൊണ്ടുപോയ ആ ഹോസ്പിറ്റലിൽ അവർ കൃത്യമായി ചികിത്സ കൊടുക്കാത്തതുകൊണ്ടാണ് മരണപ്പെട്ടത്, അങ്ങനെ ഒരു ദേഷ്യം. അതായത് ഷീ ഈസ് ഫ്രസ്ട്രേറ്റഡ് വിത്ത് പീപ്പിൾ ഹു ട്രൈ ടു കംഫർട്ട് ഹെർ. അതുപോലെ അവളെ കംഫർട്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരോടൊക്കെ ഒരു ഫ്രസ്ട്രേഷൻ, ദേഷ്യം തോന്നുക, അങ്ങനെയുള്ളൊരു ആങ്കർ ഫേസ് വരുന്നു. തേർഡ് ബാർഗെയിനിങ് ആണ്. പിന്നെ അദ്ദേഹം പുറത്തു പോയിട്ടില്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തെ പുറത്തു പോകാൻ അനുവദിച്ചിട്ടില്ല, ഇവിടെ വീട്ടിൽ തന്നെ നിന്നിരുന്നെങ്കിൽ. ഇപ്പോൾ ചില കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, കുളത്തിൽ മുങ്ങി മരിച്ചു, അങ്ങനെ പലതും നമ്മൾ കേൾക്കാറുണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക, അന്ന് പോയിട്ടില്ലെങ്കിൽ എൻ്റെ അടുത്ത് തന്നെ ആയിരുന്നെങ്കിൽ, ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ലായിരുന്നെങ്കിൽ എന്നതിനെ ചുറ്റിപ്പറ്റിയിട്ട് നമ്മളിങ്ങനെ ഉണ്ടാകുന്ന തോട്ട്സ്, അതാണ് ബാർഗെയിനിങ്. പിന്നെ അതൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഡിപ്രഷനാണ്. യെസ്, ഹീ ലോസ്റ്റ്. സാറാ വിചാരിക്കണം എൻ്റെ ഹസ്ബൻഡ് ലോസ്റ്റ് ചെയ്തു, എനിക്ക് അദ്ദേഹം ഇല്ലാതെ ജീവിക്കാൻ പറ്റുന്നില്ല, ഉറക്കം അതുപോലെ ഡെയിലി ലൈഫിൽ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ ആകെ കൂടി ഒരു ഓവർവെൽമഡ് ആയിട്ട് സാഡ്നെസ് ഉണ്ടാകുന്ന ഒരു ഡിപ്രഷൻ സ്റ്റേജ്. ഫിഫ്ത്ത് വൺ ആക്സെപ്റ്റൻസ് ആണ്. പിന്നെ അതിനെ ആക്സെപ്റ്റ് ചെയ്യാണ്. യെസ്, ഹീ ഈസ് ഗോൺ ബട്ട് ഐ ക്യാൻ ക്യാരി ഓൺ. മരണപ്പെട്ടു പോയി, അദ്ദേഹം നഷ്ടപ്പെട്ടു പോയി, പക്ഷെ എനിക്ക് ഇനി മുന്നോട്ടൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ ആ ഒരു സിറ്റുവേഷനെ ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള ഒരു 5 മോഡലാണ് പറയുന്നത്. ഇനി നമ്മൾ ഒരു ഗ്രീഫ് കൗൺസിലിംഗ് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ ടോക്ക് അബൌട്ട് ദ ഡിസീസ്ഡ് ഓർ ദ ലോസ്. അതിനെക്കുറിച്ച് സംസാരിക്കുക. അവർ സംസാരിക്കട്ടെ, അവരുടെ ഫീലിങ്സ്, അത് നഷ്ടപ്പെട്ടപ്പോൾ അവർക്കുണ്ടായ എന്തൊക്കെ ഇമോഷൻസാണ് അവർക്കുണ്ടായത്, അതങ്ങനെ തന്നെ അവരെന്ത് ചെയ്യണം, എക്സ്പ്രസ് ചെയ്യണം. സോ ഇവിടെ ഒരു ഇമോഷണൽ കഥാസിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ഗ്രീഫ് കൗൺസിലിംഗ്. അവരുടെ ആ ഒരു ഇമോഷൻസിനെ കുറേ അങ്ങോട്ട് പറയുമ്പോൾ തന്നെ അവരുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആകും. ആ ഒരു എക്സ്പ്രഷൻസിനെ, ആ ഒരു ഫീലിങ്സിനെ എക്സ്പ്രസ് ചെയ്യാൻ ഒരു സേഫ് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ്.
പിന്നെ നമ്മൾ ഫൈൻഡ് ഔട്ട് വെദർ ദേ ആർ ഗ്രീവിങ് ഓർ സഫറിങ് വിത്ത് ട്രോമ. അവിടെ എന്തെങ്കിലും ട്രോമ കണ്ടൻറ്റ് ഉണ്ടോ നോക്കണം. അയാൾ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് എന്തെങ്കിലും സംഭവിച്ചേക്കാണെങ്കിൽ ആ ഒരു തലയിൽ ആ ഒരു ഇമേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ അടുത്ത് പലതരത്തിലുള്ള സിറ്റുവേഷൻസ് നമ്മൾ കാണാറും കേൾക്കാറൊക്കെ ഉണ്ട്. തൊട്ട് മുമ്പിൽ വെച്ചിട്ട് പിന്നെ ഭർത്താവ് വെടിയേറ്റ് മരിച്ചപ്പോൾ ആ ഒരു ഇമേജ് അത് അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകും. അപ്പോൾ അവർക്കൊരു ഗ്രീഫ് കൗൺസിലിംഗ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് അവരിങ്ങനെ കാര്യങ്ങൾ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ പറഞ്ഞ കൂട്ടത്തിൽ ആ വെടിവെച്ച ആ ഒരു ഇമേജ്, ആ ഒരു വീണ നിമിഷം, അവസാനമായിട്ട് എൻ്റെ അടുത്ത് വെള്ളം ചോദിച്ച നിമിഷം, അങ്ങനെ പലതും ഉണ്ടാവാം. ആ ഒരു ഇമേജ് അവരുടെ ഉള്ളിൽ ഇങ്ങനെയുണ്ട്, ഫ്ലാഷ് ബാക്ക്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ മേ ബി ദർ ഇസ് എ ചാൻസ് അവിടെ അവർ ട്രോമ കൂടി എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ അവിടെ അതിലും കൂടി നമ്മൾ വർക്ക് ചെയ്യണം. നെക്സ്റ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ഇഫ് ദേ ഹാവ് എനി ഗിൽട്ട് റിഗാർഡിങ് ദ ലോസ്. അവിടെ എന്തെങ്കിലും ഗിൽറ്റ് ഉണ്ടോ എന്നുള്ളത് നോക്കണം. ആ ഗിൽറ്റ് ഫീലിംഗ് ഉണ്ട് എങ്കിൽ അതിനെയും കൂടി നമ്മൾ എന്ത് ചെയ്യണം, അഡ്രസ്സ് ചെയ്യണം. പിന്നെ നമ്മൾ അവരെ എൻകറേജ് ചെയ്യേണ്ടത് കമ്മിറ്റ്മെൻറ്റ് ഫോർ സെൽഫ്. ആ ഇഷ്ടപ്പെട്ട ആൾ എന്തൊരു ലൈഫാണ് ആഗ്രഹിച്ചിരുന്നത് അതായി തീരാൻ വേണ്ടിയിട്ട് അവരെ എൻകറേജ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ജോലി നഷ്ടപ്പെട്ടു, അപ്പോൾ അവർക്ക് എങ്ങനെയുള്ള ജോലിയാണോ ഇനി വേണമെന്ന് ആഗ്രഹിക്കുന്നത് അതിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻകറേജ്മെൻറ്റ് കൊടുക്കുക. ഇങ്ങനെ ഈ ഒരു ടെക്നിക്കുകളൊക്കെയാണ് നമ്മൾ മെയിൻലി ഈ ഗ്രീഫ് കൗൺസിലിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ ഫസ്റ്റ് ഗ്രീവിങ് പ്രോസസ്സിനെ മനസ്സിലാക്കണം. പിന്നെ നമ്മൾ ഒരു ലോസ് ആൻഡ് ബെരിയുമെൻറ്റ് കൗൺസിലിംഗ് കൊടുക്കുമ്പോൾ നമ്മളതിൻ്റെ കൗൺസിലിംഗ് സ്ട്രാറ്റജികൾ നോക്കണം. അവരുടെ ഇമോഷണൽ എക്സ്പ്രഷൻസിനെ നമ്മൾ കൃത്യമായിട്ട് സപ്പോർട്ട് ചെയ്യണം. അവരുടെ ഫീലിങ്സിനെ നമ്മൾ അങ്ങനെ തന്നെ അക്നോളേജ് ചെയ്യുകയൊക്കെ വേണം. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് നമുക്ക് കൗൺസിലിങ്ങിൽ ഉണ്ടായിരിക്കേണ്ട മെയിൻ സ്കിൽസ് എന്തൊക്കെയാണ്. റാപ്പോ ബിൽഡിംഗ് ആണ് പ്രധാനം. ആ റാപ്പോ ബിൽഡിങ്ങിൽ നമുക്കുണ്ടാവേണ്ട സ്കിൽസ് എന്ന് പറഞ്ഞു. പിന്നെ ക്രൈസിസ് ഇൻ്റർവെൻഷൻ എങ്ങനെ ചെയ്യേണ്ടത്, കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ എടുത്ത് നമ്മൾ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ നടത്തണം, ഗ്രീഫ് ആൻഡ് ബെരിയുമെൻറ്റ് കൗൺസിലിംഗ് എങ്ങനെ കൊടുക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു.